പാലക്കാട് സ്വദേശിയായ TS മുരളി നൽകിയ അപേക്ഷയിൽ ഒറ്റപ്പാലം താലൂക്ക് ഫീൽഡ് മെഷർമെന്റ് ബുക്കിന്റെ പകർപ്പ് നൽകാൻ 338 രൂപ ഈടാക്കിയിരുന്നു. വിവരാവകാശ നിയമപ്രകാരം പേജ് 1-ന് 2 രൂപ ഈടാക്കേണ്ട സ്ഥാനത്ത് സർവേ ഭൂരേഖ വകുപ്പ് 2011 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമുള്ള പരിഷ്കരിച്ച ഫീസാണ് റവന്യൂ അധികൃതർ വാങ്ങിയത്. തുടർന്ന് മുരളി നൽകിയ അപ്പീൽ ഹർജിയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന് വിവരാവകാശ കമ്മീഷൻ AM ഗുണവർദ്ധനൻ ഉത്തരവിട്ടു. ഭൂരേഖ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരമുള്ള ഫീസ് ഈടാക്കാതിരിക്കാനാവില്ല എന്നായിരുന്നു താലൂക്ക് ഓഫീസറുടെ വാദം. തുടർന്ന് മറ്റ് നിയമങ്ങളെക്കാൾ പ്രഭാവം 22-ാം വകുപ്പ് പ്രകാരം വിവരാവകാശ നിയമത്തിനുണ്ടെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. സർക്കാർ ഒരു ഫീസ് ആ രേഖയ്ക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീസ് വാങ്ങാമെന്നും വിവരാവകാശ നിയമപ്രകാരമുള്ള ഫീസ് അതിനെ സംബന്ധിച്ചിടത്തോളം ഈടാക്കാൻ നിർവാഹമില്ല എന്നൊരു നിലപാടാണ് ഇതിനു മുമ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. അതിനൊരു പ്രധാനപ്പെട്ടൊരു മാറ്റം വരുന്നു ഈ ഉത്തരവിലൂടെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള രേഖകൾ ഈ കുറഞ്ഞ നിരക്കിൽ പൗരന്മാർക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് കമ്മീഷന്റെ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഭൂരേഖ വകുപ്പിന്റെ നിയമപ്രകാരം റവന്യൂ വകുപ്പ് ഫീസ് ഈടാക്കുന്നതും കമ്മീഷൻ ചോദ്യം ചെയ്തു. ഫോട്ടോസ്റ്റാറ്റ് പകർപ്പുകൾക്ക് ഇനി മുതൽ 2 രൂപ മാത്രമേ അപേക്ഷകരിൽ നിന്ന് ഈടാക്കാനാവൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനും കമ്മീഷൻ അപ്പലേറ്റ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഭൂരേഖ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ലിത്തോ മാപ്പ്, FMB തുടങ്ങിയ രേഖകൾ വരച്ചു നൽകാനുള്ള 450 രൂപ ഫീസാണ് പകർപ്പുകൾ നൽകാൻ റവന്യൂ വകുപ്പ് ഈടാക്കിയിരുന്നത്.